നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. യുവ നടിമാരിലെ ശ്രദ്ധേയ മുഖമാണ് അപർണ ദാസ്. സത്യൻ അന്തിക്കാടിന്റെ ജ്ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച അപർണ അൻവർ സാദിഖിന്റെ മനോഹരം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി മാറിയത്. മലയാളത്തിനൊപ്പം തമിഴിലും സജീവമായ അപർണ വിജയ്ക്കൊപ്പം ബീസ്റ്റ് എന്ന തമിഴ് ചിത്രത്തിലും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി എത്തിയ അപർണയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു. ആദികേശവിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു. എന്നാൽ ഇപ്പോഴിതാ അപർണദാസും പ്രേക്ഷകർക്ക് സുപരിചിതനായ ദീപക് പറമ്പോലും വിവാഹിതരാകുന്നുവെന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത്. അപർണയുടെയും ദീപകിന്റെയും വിവാഹ ക്ഷണത്തിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഏപ്രിൽ 24-ന് വടക്കാഞ്ചേരിയിൽ വച്ചാണ് വിവാഹം എന്നാണ് ക്ഷണക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് താരങ്ങൾ ഇതുവരെ ഒരു സൂചനയും നൽകിയിട്ടില്ല. താൻ സിംഗിൾ അല്ലെന്നും റിലേഷൻഷിപ്പിലാണെന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ ദീപക് അറിയിച്ചിരുന്നു. ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത്. ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലെ സീനുകൾ അടക്കമുള്ള മീമുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പോൽ സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യ സിനിമയായ മലർവാടി ആർട്സ് ക്ലബിലെ രമേശൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ വിനീതിന്റെ തന്നെ തട്ടത്തിൻ മറയത്തിലും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കണ്ണൂർ സ്ക്വാഡിലെ വില്ലൻ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് താരത്തിന്റേതായി പുറത്തെത്തിയത്. മലയാളത്തിൽ ആദ്യമായി 200 കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പുറപ്പെടുന്നതും അവർ നേരിടുന്ന പ്രതിസന്ധികളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ചെകുത്താന്റെ അടുക്കള, ഡെവിൾ കിച്ചൺ, ഗുണ കേവ്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൊടൈക്കനാലിലെ നിഗൂഢതകൾ നിറഞ്ഞ ഗുഹയുടെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത ചിത്രം ഓരോ നിമിഷവും പ്രേക്ഷകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതായിരുന്നു. 2018 175 കോടി എന്ന ആഗോള ബോക്സ് ഓഫീസ് റെക്കോർഡിനെ മറികടന്നാണ് മഞ്ഞുമൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ $1 മില്യൺ കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമയെന്ന റെക്കോർഡും മഞ്ഞുമലിന് സ്വന്തം. അതേസമയം സീക്രട്ട് ഹോമാണ് അപർണയുടേതായി അവസാനം റിലീസിനെത്തിയ സിനിമ. തന്റെ സിനിമാ വരവിനെ കുറിച്ചും അപർണ അടുത്തിടെ പറഞ്ഞിരുന്നു. സിനിമാ കരിയർ തുടങ്ങിയ ഘട്ടത്തിലാണ് കോവിഡിന്റെ വരവ്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നല്ലോ എന്ന് വലിയ വിഷമമായി മാറിയിരുന്നു. എന്നാൽ കോവിഡ് കഴിഞ്ഞ് വീണ്ടും സിനിമ ഓണായി തുടങ്ങിയ സമയത്താണ് താൻ അതിശയിപ്പിച്ചുകൊണ്ട് ബീസ്റ്റ് തേടി വരുന്നത്. കോയമ്പത്തൂരിൽ പഠിച്ചത് കൊണ്ട് മാത്രം തനിക്ക് തമിഴ് അത്യാവശ്യം അറിയാമായിരുന്നു. അങ്ങനെയാണ് ബീസ്റ്റിന്റെ സംവിധായകനെ ചെന്ന് കാണുന്നതും തമിഴിൽ സംസാരിച്ചതും. അത് അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് അന്യഭാഷയിലെ തുടക്കം. അങ്ങനെ വളരെ വലിയൊരു പ്രൊഡക്ഷന്റെ ഭാഗമായിരിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും അവർ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്റെ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന ചിത്രവും ബീസ്റ്റും ഒരേ സമയത്താണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് അവ രണ്ടും തന്റെ മൂന്നാമത്തെ ചിത്രമാണ്. തുടരെ സിനിമ കിട്ടണം എന്ന് നിർബന്ധമില്ല തനിക്ക്, പക്ഷേ തന്നെ ആളുകൾ ഓർക്കണം എന്ന് വാശിയുണ്ടെന്നും നടി കൂട്ടിച്ചേർക്കുന്നു. You're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.